ഹലോ എവ്രി വൺ. സോ ഇന്നിപ്പോ നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 1 ആണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്. സോ അതിനകത്ത് പാർട്ട് 1 ആണ്. അത്യാവശ്യം ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. സോ അതിന്റെ ആദ്യത്തെ ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഡിറൈവ് ചെയ്യുകയാണ്. നമ്മളിവിടെ അതിനെ ഡിറൈവ് ചെയ്യുന്നത് നിങ്ങൾ ഓൾറെഡി ISLM മോഡൽ പഠിച്ചതാണ്. സോ ഫ്രം ISLM മോഡൽ, ദാറ്റ് ഇസ് ഗുഡ്സ് ആൻഡ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണല്ലോ. ISLM മോഡലിൽ നിന്ന് ഹൗ വി ആർ ഡിറൈവിംഗ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന മൊത്തമായിട്ടുള്ള നമ്മുടെ ഇക്കോണമിയുടെ ഡിമാൻഡ് ആണ്. അതിനെയാണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ISLM മോഡലിൽ നിന്ന് നമ്മൾ ഹൗ വി ആർ ഡിറൈവിംഗ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ്, നമുക്കറിയാം ഹൗസ് നമ്മുടെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും എന്നുള്ളത്, വിച്ച് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. സോ ഹിയർ ഓൾസോ നമ്മളിവിടെ എങ്ങനെയാണ് ISLM മോഡലിൽ നിന്ന് എങ്ങനെയാണ് അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ISLM മോഡലിനെ പറ്റി ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക, ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് ISLM മോഡൽ, ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കുക. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഷിഫ്റ്റ് കൊണ്ടുവരുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിനെ ഡിറൈവ് ചെയ്യുന്നു. ഫസ്റ്റ് ഓവർവ്യൂ ആണ് പറയുന്നത്, പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, പിന്നെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെയും അഗ്രിഗേറ്റ് സപ്ലൈയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ആൻഡ് ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു യൂണിറ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാം അല്ലേ. സോ ഓവർവ്യൂ ഓഫ് ദ ISLM മോഡൽ ആണ് ഫസ്റ്റ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് അറിയാം ISLM മോഡൽ എന്ന് പറയുമ്പോൾ എന്താണ് ISLM മോഡൽ എന്ന് പറയുന്നത്. ISLM മോഡൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഗുഡ്സും മണി മാർക്കറ്റും ഇന്ററാക്ട് ചെയ്യുന്നത്, എന്ത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻട്രസ്റ്റ് റേറ്റും ഔട്ട്പുട്ടും, നമ്മുടെ ഇക്കോണമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിനെയും ഔട്ട്പുട്ടിനെയും ബാലൻസ് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് ഗുഡ്സ് മാർക്കറ്റും മണി മാർക്കറ്റും ഇന്ററാക്ട് ചെയ്യുന്നതും എന്നുള്ളതാണ് ISLM മോഡൽ എന്ന് പറയുന്നത്. എന്താണ്, ഹൗ ഗുഡ്സ് ആൻഡ് മണി മാർക്കറ്റ് ഇന്ററാക്ട് ടു ബാലൻസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഔട്ട്പുട്ട് ഇൻ ആൻ ഇക്കോണമി. നമ്മൾ എങ്ങനെയാണ് ഗുഡ്സ് മാർക്കറ്റ് ആവട്ടെ മണി മാർക്കറ്റ് ആവട്ടെ അവർ ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ ഔട്ട്പുട്ട് ലെവലിനെയും ഇൻകത്തിനെയും എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ലെവലിനെയും ഇൻട്രസ്റ്റ് റേറ്റിനെയും ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ISLM മോഡൽ പറയുന്നത്. സോ ഇവിടെ IS കർവ് എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റിന്റെയും ഔട്ട്പുട്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത്. അറ്റ് വിച്ച് മാർക്കറ്റ്, ഏത് മാർക്കറ്റിലാണ്, ഗുഡ്സ് മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്റെയും ഔട്ട്പുട്ടിന്റെയും കോമ്പിനേഷനെ കാണിക്കുന്നതാണ് IS കർവ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം IS കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണോ? IS കർവ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഔട്ട്പുട്ടിന്റെയും ഇൻട്രസ്റ്റ് റേറ്റിന്റെയും കോമ്പിനേഷനെയാണ്, ഗുഡ്സ് മാർക്കറ്റിലുള്ള കോമ്പിനേഷനെയാണ് IS കർവ് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്. IS കർവ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമുക്കൊരു ഇക്വേഷൻ കൊണ്ടിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വിച്ച് യു ഹാവ് ഓൾറെഡി സ്റ്റഡി. Y is equal to alpha A minus alpha BI ആണ്. സോ ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ A എന്ന് പറയുന്ന ഓട്ടോണമസ് സ്പെൻഡിങ്ങിനെ കാണിക്കുന്നതാണ്. അതിന്റെ എന്താണ് ഒരു കോൺസ്റ്റന്റ് ആണ് ഈ ആൽഫ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓട്ടോണമസ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ആണ്. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് ഓഫ് ഓട്ടോണമസ് സ്പെൻഡിങ് ആണ്. അതുപോലെ തന്നെ ഇവിടെ B എന്ന് പറയുന്നത് എന്താണ്, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ടു ഇൻട്രസ്റ്റ് റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് B എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ B എന്ന് പറയുന്നത് എന്താണ്, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ടു ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റിലുള്ള മാറ്റം ഇൻവെസ്റ്റ്മെന്റിൽ എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുന്നത്, അതിനെ റിപ്രസെന്റ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് B എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്മോൾ I എന്നതുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആൻഡ് Y is equal to alpha A മൈനസ് ആൽഫ BI എന്ന് പറയുന്നത് ആ ഇക്വേഷൻ എന്ന് പറയുന്ന IS കർവിന്റെ ഇക്വേഷൻ ആണെന്നുള്ള മനസ്സിലാക്കുക. ഗുഡ്സ് മാർക്കറ്റിന്റെ ഇക്വേഷൻ ആണ്, ഗുഡ്സ് മാർക്കറ്റ് ഇൻ ഇക്വിലിബ്രിയത്തിലുള്ള ഇക്വേഷൻ ആണ് പറയുന്നത്. ഏതിന്റെ കോമ്പിനേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഔട്ട്പുട്ടിന്റെ കോമ്പിനേഷൻ. സോ Y is equal to alpha A മൈനസ് ആൽഫ BI എന്നുള്ളത്. B is ഇൻട്രസ്റ്റ്, എന്താണ്, സെൻസിറ്റിവിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ ടു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റിൽ മാറ്റം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം ഉണ്ടാവുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ എത്രത്തോളം
മാറ്റമാണ്. ആ ഒരു സെൻസിറ്റിവിറ്റി ആണ് ബി കാണിക്കുന്നത്. സ്മോൾ ഐ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആൽഫ എന്ന് പറയുന്ന ഓട്ടോണമസ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ആണ്. അത് മനസ്സിലാക്കും. ഓക്കെ, സോ ഇവിടെ ഇപ്പോ എ ഗിവൺ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലീഡ് ടു എ ലാർജർ ചേഞ്ച് ഇൻ ഇൻകം ലെവൽ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു മാറ്റം ഉണ്ടാവുമ്പോൾ വലിയ ഒരു മാറ്റമാണ് എന്തിലുണ്ടാവുന്നത്, ഇൻകത്തിൽ ഉണ്ടാവുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ സ്ലോപ്പ് ഓഫ് IS കർവ് എന്ന് പറയുന്നത് DI ബൈ DY ആണ് വരുന്ന സ്ലോപ്പ് ഓഫ് IS കർവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് IS കർവിനകത്ത് ഷിഫ്റ്റ് ഉണ്ടാവാം എപ്പോഴാണ്, ഓട്ടോണമസ് സ്പെൻഡിങ്ങിൽ മാറ്റം ഉണ്ടാവുമ്പോൾ. നമ്മൾ അവിടെ ക്യാപിറ്റൽ A കൊണ്ടാണ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന, ഓട്ടോണമസ് സ്പെൻഡിങ്ങിനെ കാണിക്കുന്നത്. സോ ഓട്ടോണമസ് സ്പെൻഡിങ്ങിൽ മാറ്റം ഉണ്ടാവുമ്പോഴാണ് IS കർവിൽ എന്തുണ്ടാവുന്നത്, ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. വിച്ച് മീൻസ് നമുക്ക് ഓട്ടോണമസ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് വി റെപ്രസെന്റ് ഇറ്റ് ബൈ ആൽഫയെ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ആൽഫ ഇതിനകത്ത് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ എന്തിൽ മാറ്റം ഉണ്ടാവാം, IS കർവിൽ മാറ്റം ഉണ്ടാവാം, അതിൽ ഷിഫ്റ്റ് ഉണ്ടാവാം എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, LM കർവ് ആണ്. സോ LM കർവ് എന്ന് പറയുന്നത് എവിടുത്തെ ഇക്വിലിബ്രിയത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അവിടെ എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്, ഇൻട്രസ്റ്റ് റേറ്റിന്റെയും ഔട്ട്പുട്ടിന്റെയും തന്നെ കോമ്പിനേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന M'/P = KY - HI എന്നുള്ളതാണ് നമ്മളുടെ LM കർവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ സ്ലോപ്പ് ഓഫ് LM കർവ് എന്ന് പറയുന്നത് എന്താ മക്കളെ, K/H എന്നുള്ളതാണ് നമ്മുടെ സ്ലോപ്പ് ഓഫ്. മറ്റേ നമ്മൾ IS കർവില് DI/DY ആണെങ്കിൽ ഇവിടെ സ്ലോപ്പ് ഓഫ് LM കർവ് എന്ന് പറയുന്നത് K/H ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, സോ ഇവിടെ M'/P എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ മണി ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സ്മോൾ k എന്ന് പറയുന്നത് ഇൻകം സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി. ഇൻകത്തിന് ആനുപാതികമായിട്ട് ഡിമാൻഡ് ഫോർ മണിയിൽ ഉണ്ടാവുന്ന മാറ്റം, ആ ഒരു ദാറ്റ്സ് എ കോൺസ്റ്റന്റ്, അതും ഒരു കോൺസ്റ്റന്റ് ആണ്. Y എന്ന് പറയുന്നത് നമ്മളുടെ ഇൻകം ആണ്. H എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണിയാണ്. ഇൻട്രസ്റ്റിലുള്ള മാറ്റം എങ്ങനെയാണ് നമ്മുടെ ഇൻകത്തിൽ ഡിമാൻഡ് ഫോർ മണിയിൽ മാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് H കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന. സ്മോൾ ഐ നിങ്ങൾക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് സ്മോൾ ഐ റെപ്രസെന്റ് ചെയ്യുന്നത്. M'/P ഈസ് ദ ഡിമാൻഡ് ഫോർ മണി ആണ്. ഇവിടെ നമ്മുടെ LM കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് K/H ആണ്. K എന്ന് പറയുന്നത് എന്താണ്, ഇൻകം സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണിയും H എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണിയുമാണ്. സോ ഇവിടെ നമുക്ക് പറയുമ്പോൾ ഇപ്പൊ LM കർവ് അതൊന്ന് വായിക്കാമേ. റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് LM കർവ് മീൻസ് ദാറ്റ് മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം occurs at higher income level corresponding to each interest rate or a lower rate corresponding to each income level. So ഇവിടെ LM കർവില് റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴാണ്, LM കർവിലെ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ബേസിക്കലി ഉണ്ടാവുന്ന ഹയർ ഇൻകം ലെവലിലാണെന്നാണ് പറയുന്നത്. ഹയർ ഇൻകം ലെവലിലാണ് പൊതുവെ നമ്മുടെ LM കർവിൽ. LM കർവ് എന്ന് പറയുമ്പോൾ ഏത് മാർക്കറ്റ് ആണ്, ഗുഡ്സ് മാർക്കറ്റ് ആണോ മണി മാർക്കറ്റ് ആണോ, മണി മാർക്കറ്റ് ആണ്. മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് LM കർവ് എന്ന് പറയുന്നത്. LM കർവിൽ ഒരു റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്ന പൊതുവെ എപ്പോഴാണ്, ഹയർ ഇൻകം ലെവലിലാണ്. എന്തിനെ കറസ്പോണ്ട് ചെയ്യുമ്പോൾ, ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ഓ ലോ അതിനെ കൺസിഡർ ചെയ്യുമ്പോൾ പൊതുവെ എന്താണ്, ഇൻകം ലെവൽ കൂടുമ്പോൾ ഹയർ ഇൻകം ലെവലിലാണ് LM കർവിൽ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. മനസ്സിലാക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ IS-ഉം LM-ഉം പഠിച്ചു. ആൻഡ് ദ സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം. വി നോ ദ IS കർവ് എന്ന് പറയുന്നത് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഈ IS 0 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മുടെ IS കർവ് എന്ന് പറയുന്നത്. ആൻഡ് LM കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് ഷിഫ്റ്റിംഗ് ആണെന്നുള്ള മനസ്സിലാക്കുക. ദിസ് ഇസ് ഇക്വിലിബ്രിയം അറ്റ് എ പോയിന്റ് വെയർ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും ലെവൽ ഓഫ് ഔട്ട്പുട്ടും എന്താണ് ഈക്വൽ ആവുന്ന പോയിന്റ് ആണ്. ദാറ്റ് ഇസ് E എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. വേറെ IS കർവും LM കർവും ഈക്വൽ ആയ പോയിന്റ് ആണ് ഈ ക്യാപിറ്റൽ E. ദേർ ഇസ് ദ ഇക്വിലിബ്രിയം, അവിടെയാണ് ഇക്വിലിബ്രിയം ഉണ്ടായത്. ആൻഡ് നമ്മുടെ സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയം റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ Y ഇസ് ഈക്വൽ ടു ഗാമ A പ്ലസ് ബീറ്റ M/P എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്ന IS കർവും LM കർവും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഈ നമ്മുടെ ഇൻകത്തിന്റെ Y ഇസ് ഈക്വൽ ടു ഗാമ A പ്ലസ് ഇത് ഈ എയുടെ പ്രിഫിക്സ് ആയിട്ട് കിടക്കുന്നത് ഗാമ എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ബീറ്റ. ഗാമ A പ്ലസ് ബീറ്റ M/P ആണ്. സോ ഗാമ ത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള H∝/H പ്ലസ് ആൽഫ BK എന്നുള്ളതാണ്. നമുക്കറിയാം H എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് സെൻസിറ്റിവിറ്റി ആണ്. ആൽഫ ഇസ് എന്താണ്, ഓട്ടോണമസ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ആണ്. നമ്മൾ ആ ടേംസ് ഒക്കെ നോക്കിയതാണ്. അതുപോലെ ഇത് ഇൻവെസ്റ്റ്മെന്റ് സെൻസിറ്റിവിറ്റി ആണ് B എന്ന് പറയുന്നത്. ബീറ്റ എന്ന് പറയുമ്പോൾ ഗാമ B/H ആണ്, നിങ്ങൾക്കറിയാം.
സോ ഇതൊക്കെയാണ് ആ സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയത്തിൽ പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഡയഗ്രാം. ഇതാണ് ഡയഗ്രാം. സോ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് ഇവിടെ താഴെ എക്സ് ആക്സിസിൽ വി ഹാവ് ദ ടോട്ടൽ ഔട്ട്പുട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് വൈ ആക്സിസിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ വൈ സ്റ്റാർ ആൻഡ് ഐ സ്റ്റാർ എന്ന് പറയുന്നതാണ് is the equilibrium output and equilibrium interest rate where the IS curve and LM curve എന്താണ് interact ചെയ്തത്. സോ അവിടെയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും ഔട്ട്പുട്ടും ബാലൻസ്ഡ് ആയി എന്ന് പറയാം. എവിടെയാണോ ISും LMും ഇന്ററാക്ട് ചെയ്ത് നമ്മുടെ ഇക്കോണമിയിൽ ഇൻട്രസ്റ്റ് റേറ്റിനെയും എന്താണ് ഔട്ട്പുട്ടിനെയും ബാലൻസ് ചെയ്യിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ISLM പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് ഫിസിക്കൽ പോളിസി ആൻഡ് ക്രൗഡിംഗ് ഔട്ട്. ഫിസിക്കൽ പോളിസി യൂഷ്വലി ഗവൺമെന്റ് യൂസസ് മെയിൻ ടു ടൈപ്സ് ഓഫ് പോളിസീസ് ആണ്. മോണിറ്ററി പോളിസി ആൻഡ് ഫിസിക്കൽ പോളിസി ആണ്. നമ്മുടെ ഇക്കോണമിയിൽ ഇപ്പം എന്തെങ്കിലും മാക്രോ ഇക്കണോമിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ വെദർ ലൈക്ക് ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ പോളിസീസിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടാണ് അതിനെ കറക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫിസിക്കൽ പോളിസി ആണ് പറയുന്നത്. ഫിസിക്കൽ പോളിസി എന്ന് പറയുമ്പോൾ പൊതുവെ ഗവൺമെന്റ് സ്പെൻഡിങ്, പബ്ലിക് എക്സ്പെൻഡിച്ചറിലും ടാക്സേഷനിലും മാറ്റം കൊണ്ടുവന്ന് നമ്മുടെ ഇക്കണോമിക് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നതാണ് പൊതുവെ ഫിസിക്കൽ പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ നമുക്ക് ഫിസിക്കൽ പോളിസി ആൻഡ് ക്രൗഡിംഗ് ഔട്ട് എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് വായിക്കാം. ആൻഡ് എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി ഷിഫ്റ്റ് ദ IS കർവ് ടു ദ റൈറ്റ്. ഈ എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി അഡോപ്റ്റ് ചെയ്യുമ്പോൾ, എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടുകയോ അല്ലെങ്കിൽ അവരുടെ ടാക്സ് കുറയ്ക്കുകയോ ചെയ്യുന്നത് വഴി IS കർവ് എന്ത് ചെയ്യും എന്നാ പറയുന്നത്, എങ്ങോട്ടാണ് അവരുടെ ഷിഫ്റ്റ് വരുന്നത്. എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി ആണെങ്കിൽ ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടും അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കും. അതുവഴി എന്ത് പറ്റും, നമ്മുടെ IS കർവ് എന്ന് പറയുന്നത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ എക്സ്പാൻഷണറി അല്ല, ഒരു കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി ആണ് അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ IS കർവ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിസിൽ ഡയഗ്രത്തിൽ ഏത് ആക്സിസിലാണ് വരുന്നത്, എക്സ് ആക്സിസിൽ എന്താണ് വരുന്നത്, ഔട്ട്പുട്ട് ആണ്. വൈ ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് ദ ISLM കർവ്. ഇനിഷ്യൽ ആണ് IS 0യും LM 0 എന്ന് പറയുന്നത്. ആൻഡ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ E ആണ്. സോ ദാറ്റ് അവിടെ ഗവൺമെന്റ് സ്പെൻഡിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. അതാണ് ഈ ഡെൽറ്റ ജി, ആൽഫ ഡെൽറ്റ ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടി. ഗവൺമെന്റ് സ്പെൻഡിങ് കൂട്ടുമ്പോൾ നമുക്കറിയാം IS കർവ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഉറപ്പാണ് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മുടെ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്, എസ് ആണ് നമ്മളുടെ പുതിയ ഇക്വിലിബ്രിയം പോയിന്റ്. അത്രേ ഉള്ളൂ, അതാണ് ഇവിടെ പറയുന്നത്. സോ ഒരു എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും അവിടെ എന്താണ് കൂടുന്നത്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് സ്പെൻഡിങ് കൂടും. ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുമ്പോൾ IS കർവ് എന്ന് പറയുന്നത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, സോ പബ്ലിക് സ്പെൻഡിങ് കൂടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുന്ന ഒരു ടേം വളരെ ഇമ്പോർട്ടന്റ് ആണ്. Crowding out refers to the reduction in private spending due to an increase in public spending. Public spending വല്ലാണ്ട് അങ്ങ് കൂടുന്നതാണ്. അപ്പൊ അവിടെ എന്തിലൊരു റിഡക്ഷൻ സംഭവിക്കുന്നു, പ്രൈവറ്റ് സ്പെൻഡിങ്ങിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രൈവറ്റ് സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കേണ്ടത്. ഓക്കെ, ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, പബ്ലിക് സ്പെൻഡിങ്ങിൽ വല്ലാത്ത ഒരു ഇൻക്രീസ് എന്നുള്ളതാണ് ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി ഒന്ന് വായിക്കാം. ക്രൗഡിംഗ് ഔട്ട് ഹാപ്പൻസ് ബിക്കോസ് an increase in public spending leads to an increase in income, an increase in money demand which leads to rise in interest rate, a consequent fall in private spending such as investment. ഇവിടെ എന്താണ്, ക്രൗഡിംഗ് ഔട്ട് ഉണ്ടാവുമ്പോൾ എന്ത് കൂടുന്നു, പബ്ലിക്കിന്റെ സ്പെൻഡിങ്, ദാറ്റ് ഇസ് ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുന്നു. ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുമ്പോൾ ആൾക്കാരുടെ കയ്യിലുള്ള ഇൻകം കൂടുന്നു. നമുക്ക് ഇൻകം കൂടുമ്പോൾ മണി ഡിമാൻഡ് കൂടുന്നു, ഡിമാൻഡ് കൂടുന്നു. സോ ഡിമാൻഡ് കൂടുമ്പോൾ അത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു ആൻഡ് കോൺസിക്വന്റ്ലി എന്ത് കുറയും, പ്രൈവറ്റ് സ്പെൻഡിങ് കുറയും. പ്രൈവറ്റ് സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ എന്ത് കുറയും, ഇൻവെസ്റ്റ്മെന്റ് കുറയും. അത്രേ ഉള്ളൂ. സോ വൺസ് മോർ ഞാൻ പറയും, ക്രൗഡിംഗ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, റിഡക്ഷൻ ഇൻ പ്രൈവറ്റ് സ്പെൻഡിങ് ആണ്. അവിടെ എന്ത് ഭയങ്കരമായിട്ട് കൂടുന്നു, ലാർജർ പബ്ലിക് സ്പെൻഡിങ് ആണ് ഉണ്ടാകുന്നത്. സോ പബ്ലിക് സ്പെൻഡിങ് കൂടുമ്പോൾ ഇൻകം കൂടുന്നു, മണി ഡിമാൻഡ് കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നു, ദെയർ ബൈ ഇൻവെസ്റ്റ്മെന്റ് കുറയുന്നു. സോ ക്രൗഡിംഗ് ഔട്ട് കൂടുമ്പോൾ പ്രൈവറ്റ് സ്പെൻഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. ആൻഡ് അത് മനസ്സിലാക്കും. ഓക്കെ, ആൻഡ് ദസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഫിസിക്കൽ പോളിസി ഡിപ്പെൻഡ്സ് ഇൻവേഴ്സ്ലി ഓൺ ദ എക്സ്റ്റെന്റ് ഓഫ് ക്രൗഡിംഗ് ഇഫക്റ്റ്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കെയുടെ വാല്യൂ കൂടുവാണ്. കെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇൻകം സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണിയാണ്. കെയുടെ വാല്യൂ കൂടുവാണെങ്കിൽ ഇൻകം സെൻസിറ്റിവിറ്റി ആണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് ലെസ് ഇഫക്റ്റീവ് ആണെന്ന് പറയാം. ഹയർ ദ വാല്യൂ ഓഫ് കെ ആണെങ്കിൽ ഫിസിക്കൽ പോളിസി
അത്ര എഫക്റ്റീവ് അല്ല. എച്ചിന്റെ വാല്യൂ ആണ് കൂടുന്നതെങ്കിൽ ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത് മോർ ഇഫക്റ്റീവ് ആണെന്ന് പറയും. എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് സെൻസിറ്റിവിറ്റി ആണ്. സോ അവിടെ അത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫിസിക്കൽ പോളിസി ഗ്രേറ്റ്, ഭയങ്കര ഇഫക്റ്റീവ് ആണ്. അതുപോലെ ബിയുടെ വാല്യൂ കൂടുമ്പോഴും ലെസ് ഇഫക്റ്റീവ് ആണ്. ആൽഫയുടെ വാല്യൂ കൂടുമ്പോൾ, ബി എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ നമുക്ക് ചിന്തിക്കാം ലെസ് ഇഫക്റ്റീവ് ആണല്ലോ ഫിസിക്കൽ പോളിസി എന്നുള്ളത്. അതുപോലെ തന്നെ ബി എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സെൻസിറ്റിവിറ്റിയാണ് കൂടുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ചിന്തിക്കാം റിലേഷൻ ഇസ് തിരിച്ചുള്ള റിലേഷൻ ആ വരുന്നത്. പിന്നെ ഹയർ ആൽഫ എന്ന് പറയുമ്പോൾ ഓട്ടോണമസ് സ്പെൻഡിങ് മൾട്ടിപ്ലയർ ആണ്. സോ അവിടെ വരുമ്പോൾ ഇഫക്റ്റീവ് ആണ് ഫിസിക്കൽ പോളിസി, അത് മനസ്സിലാക്കുക. കെയുടെ വാല്യൂ ഹയർ ആവുമ്പോൾ ലെസ് ഇഫക്റ്റീവ് ആണ് ഫിസിക്കൽ പോളിസി. എച്ചിന്റെ വാല്യൂ ഹയർ ആവുമ്പോൾ ഫിസിക്കൽ പോളിസി കൂടുതൽ മോർ ഇഫക്റ്റീവ് ആണ്. ബിയുടെ വാല്യൂ കൂടുമ്പോൾ ഫിസിക്കൽ പോളിസി ലെസ് ഇഫക്റ്റീവും ആൽഫയുടെ വാല്യൂ കൂടുമ്പോൾ മോർ ഇഫക്റ്റീവും ആണ്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഇസ് മോണിറ്ററി പോളിസി ആൻഡ് ട്രാൻസ്മിഷൻ മെക്കാനിസം. നമ്മൾ ഓൾറെഡി ഫിസിക്കൽ പോളിസി എക്സ്പ്ലെയിൻ ചെയ്തു. മോണിറ്ററി പോളിസി ഇത് അതർ ടൂൾ ആണ് മാക്രോ ഇക്കണോമിക് ഇഷ്യൂസിനെ സോൾവ് ചെയ്യാനുള്ള അടുത്തൊരു ടൂൾ. ഇവിടെ മണി സപ്ലൈ കൺട്രോൾ ചെയ്തിട്ടാണ് ഈ ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ മണി സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും വഴി നമ്മൾ ഇക്കണോമിക് ഇഷ്യൂസ്, മാക്രോ ഇക്കണോമിക് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നതാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. മണി സപ്ലൈ ആണ്. ഫിസിക്കൽ പോളിസിയുടെ കേസിലാകുമ്പോൾ ഗവൺമെന്റ് സ്പെൻഡിങ്ങോ ടാക്സേഷനിലോ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മുടെ മാക്രോ ഇക്കണോമിക് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നതാണെങ്കിൽ അത് ഫിസിക്കൽ പോളിസി ടൂളും. മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞാൽ മണി സപ്ലൈയിൽ കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നത് വഴി നമ്മുടെ മാക്രോ ഇക്കണോമിക് ഇഷ്യൂസിനെ സോൾവ് ചെയ്യുന്നതാണെങ്കിൽ അത് മോണിറ്ററി പോളിസി. സോ ഇവിടെ ഒരു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി വരുമ്പോൾ LM കർവ്സ് എന്ത് ചെയ്യും? LM കർവ് ഷിഫ്റ്റ് downwards or to the right, whereas contractionary monetary policy എന്താണ്? shift the left LM curve to left or upwards എന്ന് പറയാം. സോ ഇവിടെ എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി വരുന്ന സമയത്ത് നമ്മുടെ എന്താണ് LM കർവിനെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് വരുന്നത്, കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ? റൈറ്റ് വേർഡ് ഷിഫ്റ്റും കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി വരുന്ന സമയത്ത് ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും ആണ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ എന്താണ് വരുന്നത്? ഔട്ട്പുട്ട് ആണ് വരുന്നത്. ആൻഡ് Y ആക്സിസിൽ വി ഹാവ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. നമ്മുടെ ഗുഡ്സ് മാർക്കറ്റിന്റെ കാര്യം നോക്കിയേ വേണ്ട, വിച്ച് ഇസ് കോൺസ്റ്റന്റ്, അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. IS കർവ് എന്ന് പറയുന്നത് LM കർവിന്റെ ഇനിഷ്യൽ എന്ന് പറയുന്നത് LM0 ആണ്. സോ IS 0യും LM കർവും കൂടെ ഇനിഷ്യലി ഇക്വിലിബ്രിയം ആയ പോയിന്റ് വേർ ആര് രണ്ടുപേരും ബാലൻസ്ഡ് ആയി? നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റും ഔട്ട്പുട്ടും ബാലൻസ്ഡ് ആയ പോയിന്റ് ആണ്. സോ ദാറ്റ് അപ്പോഴാണ് എന്ത് ചെയ്തത്? ഒരു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്തു. മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്താൽ IS കർവിന് യാതൊരു മാറ്റവും ഇല്ല, വിച്ച് ഇസ് അതുപോലെ തന്നെ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു LM കർവ്, IS കർവിന്റെ കേസ് നിങ്ങൾ ചിന്തിക്കേണ്ട. LM കർവിൽ എന്താണ്? റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി. LM0യിൽ നിന്ന് LM1 ആയിട്ട് അത് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്തു എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി അപ്ലൈ ആയപ്പോ. സോ ദാറ്റ് അവിടെ എന്ന് പറയുന്ന ഇനിഷ്യൽ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് F എന്ന് പറയുന്ന പുതിയ ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എന്ത് വന്നു? LM കർവ് ഷിഫ്റ്റ് ആയി. അത്രയും മനസ്സിലാക്കുക. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ മോണിറ്ററി പോളിസി. സോ ഇവിടെ ഇപ്പം നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ കെയുടെ വാല്യൂ ലോവർ ആവുമ്പോൾ മോണിറ്ററി പോളിസി എന്താണ്? കുറേയും കൂടി ഇഫക്റ്റീവ് ആണ്, മോർ ഇഫക്റ്റീവ് ആണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു H ആയിട്ട് വന്നപ്പോൾ, H എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇൻട്രസ്റ്റ് സെൻസിറ്റിവിറ്റി ആണ്. അതിന്റെ വാല്യൂ കുറയുമ്പോഴും മോണിറ്ററി പോളിസി കൂടുതൽ ഇഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ഹയർ ബിയുടെ വാല്യൂ ഹയർ ആണെങ്കിൽ മോണിറ്ററി പോളിസി കൂടുതൽ ഇഫക്റ്റീവ് ആണ്. ആൽഫയുടെ വാല്യൂ ഹയർ ആണെങ്കിലും മോണിറ്ററി പോളിസി കൂടുതൽ ഇഫക്റ്റീവ് ആണ്. അത് ഇഫക്റ്റീവ് ആയിട്ടുള്ള 4 കേസസ് ആണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കുക. ഓക്കെ. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആണ് നമ്മുടെ ചാപ്റ്റർ തന്നെ. അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ്. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആണ്. സോ ഹിയർ നമ്മൾ ഓവർവ്യൂ ഓഫ് ISLM മോഡൽ കംപ്ലീറ്റ് ആയി. സോ ISLMത്തിൽ നിന്നാണ് വി ആർ ഡിറൈവിംഗ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ I'll be reading it. The combination of price and output at which goods and money market are in simultaneous equilibrium gives the aggregate demand curve. എന്താണ്? It is a combination of price and output at which goods markeറ്റും money markeറ്റും എന്ന് പറയുമ്പോൾ ഇവിടെ പ്രൈസിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു കോമ്പിനേഷനിലാണ്. അവിടെ ഗുഡ്സും മണി മാർക്കറ്റും എന്തായിരിക്കണം? സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയത്തിൽ ആവുമ്പോഴാണ് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്? എന്തിലേക്ക് എത്താൻ സാധിക്കുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിലേക്ക് എത്താൻ സാധിക്കുന്നത്. ഗുഡ്സ് മാർക്കറ്റും മണി മാർക്കറ്റും ഇക്വിലിബ്രിയത്തിലായിരിക്കണം. അറ്റ് ദ കോമ്പിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ആണ് നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ ഡിറൈവ് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, വി നോ ദ ISLM കർവ് എന്നുള്ളത്. നമുക്ക് അവിടെ X ആക്സിസിൽ ഔട്ട്പുട്ടും Y ആക്സിസിൽ ഇൻട്രസ്റ്റ് റേറ്റും ആണ്. സോ ഈ ഒരു ഫിഗർ അനുസരിച്ച്
നമ്മുടെ മോണിറ്ററി പോളിസി ആയിരിക്കാം ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി അപ്ലൈ ചെയ്തു. IS ഹാവ് നോ ചേഞ്ച്. LM കർവ് റൈറ്റ് വേർഡ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. ആൻഡ് വി ആർ ഡിറൈവിംഗ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. അവിടെ നമ്മൾ X ആക്സിസിൽ ഔട്ട്പുട്ടും Y ആക്സിസിൽ പ്രൈസും ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, വി നോ ദ ഡിമാൻഡ് കർവ് ഇസ് ഓൾവേസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ഹിയർ സോ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് മണി മാർക്കറ്റ് സൈമൾട്ടേനിയസ് ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ ദ കോമ്പിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് വഴിയാണ് വി ആർ ഡിറൈവിംഗ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയാം. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ബിക്കോസ് പ്രൈസും ഔട്ട്പുട്ടും തമ്മിൽ നെഗറ്റീവ് റിലേഷൻ ആണ് വരുന്നത്, ഓപ്പോസിറ്റ് റിലേഷൻ ആണ്, ഇൻവേഴ്സ് റിലേഷൻ ആണ്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഇവിടെ നിന്ന് പറയുന്ന പ്രൈസ് കൂടും. ദിസ് ഇസ് ബിക്കോസ് എ ഫോൾ ഇൻ പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞാൽ increases the real money supply which throws the money market into disequilibrium എന്നാ പറയുന്നത്. ഇവിടെ പ്രൈസ് ഫോൾ ചെയ്യുന്ന സമയത്ത് മണി സപ്ലൈ എന്ത് ചെയ്യും? പ്രൈസ് ഫോൾ ചെയ്യുമ്പോൾ മണി സപ്ലൈ കൂടും. അപ്പോൾ മണി മാർക്കറ്റ് ഡിസിക്വിലിബ്രിയത്തിൽ വരും. അങ്ങനെ അവർ എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഇതിനെ മണി മാർക്കറ്റിനെ ബാക്ക് ടു ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരും. എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ പറയാം, പ്രൈസ് ഫോൾ ചെയ്യുന്ന സമയത്ത് മണി സപ്ലൈ കൂടും. സോ ദാറ്റ് മണി മാർക്കറ്റ് എന്താണ്? ഡിസിക്വിലിബ്രിയത്തിൽ വരും. മണി മാർക്കറ്റിനെ ഇക്വിലിബ്രിയത്തിൽ ആവാൻ വേണ്ടി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? അവരങ്ങ് കുറയ്ക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കുമ്പോൾ ഇറ്റ് ഇസ് ബാക്ക് ടു ഇക്വിലിബ്രിയത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഫോൾ ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ടേൺ ഇൻക്രീസസ് ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സ്പെൻഡിങ് എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റും ഇൻവെസ്റ്റ്മെന്റും ഇൻവേഴ്സ് റിലേഷൻ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇൻവെസ്റ്റ്മെന്റും ഡിമാൻഡും കൂടും. സോ ആൾക്കാരുടെ ഇൻകം ലെവൽ എന്താണ്? റേസ് ചെയ്യും, ഇൻകം ലെവലും കൂടും എന്നുള്ളതാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവേഴ്സ് റിലേഷൻ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കുറച്ചാണ് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ വന്നത്. അപ്പോൾ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇൻകം കൂടും എന്നുള്ളത് മനസ്സിലാക്കുക, ഡിമാൻഡ് കൂടും എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമ്മുടെ സ്ലോപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആണ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഒരു ഫ്ലാറ്റർ ആണ്. ഫ്ലാറ്റർ demand curve ആണ്. If a given change in price leads to a larger change in income, on the other hand aggregate demand curve എന്ന് പറയുന്ന സ്റ്റീപ്പർ ആണ്. If a given change in price lead to, ഇപ്പം പ്രൈസിലുള്ള മാറ്റം വലിയൊരു മാറ്റമാണ്. എന്താണ്? If a given change in price leads to a larger change in income, എന്ന് പറഞ്ഞാൽ പ്രൈസിലുള്ള ഒരു മാറ്റം വലിയൊരു മാറ്റം, ചെറിയൊരു മാറ്റം പ്രൈസിൽ വന്നാലും അത് വലിയൊരു മാറ്റമാണ് ഇൻകത്തിൽ കൊണ്ടുവരുന്നതെങ്കിൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ഫ്ലാറ്റർ ആയിരിക്കും. അതേസമയം നമ്മളുടെ പ്രൈസിലുള്ള മാറ്റം വലിയ മാറ്റമൊന്നും നമ്മുടെ വരുമാനത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ സ്റ്റീപ്പർ ആണ്. സ്ട്രെയിറ്റ് ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഒരു ചെറിയ ചരിവ് മാത്രമേ എത്തുള്ളൂ. ഫ്ലാറ്റർ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൈസിലുള്ള മാറ്റം വലിയൊരു മാറ്റമാണ് അവിടെ ഇൻകത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഇസ് ഫ്ലാറ്റർ. അതേസമയം പ്രൈസിലുള്ള മാറ്റം കുഞ്ഞൊരു മാറ്റം, വളരെ ചെറിയൊരു മാറ്റമാണ് നമ്മളുടെ ഇൻകത്തിൽ കൊണ്ടുവരുന്നതെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് സ്റ്റീപ്പർ ആണ്. ഇങ്ങനെ സ്ട്രെയിറ്റ് നിൽക്കുന്നതിന്റെ ചെറിയൊരു ചരിവ് മാത്രമേ എത്തുള്ളൂ. ഓക്കെ, സോ സ്ലോപ്പ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നമ്മുടെ പാരാമീറ്റേഴ്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ആൽഫ, ബി, എച്ച്, കെ എന്നുള്ളത്. ദാറ്റ് ഇസ് പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കൂടും, ദാറ്റ് ഇസ് MYP. ഡിമാൻഡ് ഫോർ മണി കൂടും ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്യും. ഇൻട്രസ്റ്റ് റേറ്റ് ഫോളോ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് കൂടും, ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, ദെയർ ബൈ ഇൻകം ഇൻക്രീസസ്. ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്താണ്? പ്രൈസ് ഫോളോ ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോർ മണി കൂടും, ഡിമാൻഡ് ഫോർ മണി കൂടും. അവിടെ അത് ബാലൻസ് ചെയ്യാൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും? ഇൻവെസ്റ്റ്മെന്റ് കൂടും. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഇൻകവും കൂടും. അത്രയേ ഉള്ളൂ. ഇപ്പം കെയുടെ വാല്യൂ ലോവർ ആണ്. ലോവർ കെ ആണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലാറ്റർ ആണ്. അതുപോലെ ലോവർ എച്ച് വാല്യൂ ആണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഫ്ലാറ്റർ ആണ്. ഹയർ ബി വാല്യൂ ആണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫ്ലാറ്റർ ആണ്. ഹയർ ആൽഫ വാല്യൂ ആണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ഓൾസോ ഫ്ലാറ്റർ. ഇതെല്ലാം ഫ്ലാറ്ററിന്റെ കേസാണ് പറയുന്നത്. തിരിച്ചു വരുമ്പോൾ സ്റ്റീപ്പർ ആയിരിക്കും. ഓക്കെ, ഷിഫ്റ്റ് ഓഫ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ആണ്. ഫസ്റ്റ് പോയിന്റ് വായിക്കാം. അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ടു റൈറ്റ് ഓർ ഷിഫ്റ്റ് അപ്വേർഡ്സ് ആസ് എ റിസൾട്ട് ഓഫ് ഫിസ്ക്കൽ ഓർ മോണിറ്ററി പോളിസി എക്സ്പാൻഷൻ. സോ ഫിസ്ക്കൽ പോളിസി എക്സ്പാൻഷനറി ഫിസ്ക്കൽ പോളിസി ഒരു മോണിറ്ററി പോളിസി അപ്ലൈ ആവുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്? റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതർവൈസ് കേസ് ആണ് പറയുന്നത്. ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കോൺട്രാക്ഷണറി ഫിസ്ക്കൽ പോളിസി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി ആണെങ്കിൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വേർഡ് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. എക്സ്പാൻഷനറി
കേസസിലാണ് എക്സ്പാൻഷണറി മോണിറ്ററി ഓർ ഫിസിക്കൽ പോളിസി അപ്ലൈ ചെയ്യുമ്പോഴാണ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ചെയ്യുന്ന, അത് മനസ്സിലാക്കുക. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എനി ഫാക്ടർ വിച്ച് ഷിഫ്റ്റ് IS curve or LM curve to the right leads to a shift in rightward shift of IS curve LM curve rightward shift. എന്തെങ്കിലും ഒരു കാരണങ്ങളാൽ അവർ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും എങ്ങോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യും, റൈറ്റിലോട്ട് തന്നെ ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ thus an increase in any component of autonomous spending such as increase in government spending leads to rightward shift of aggregate. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് സ്പെൻഡിങ്, പബ്ലിക് എക്സ്പെൻഡിച്ചർ, വിച്ച് മീൻസ് എന്താണ്, എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസിയാണ്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മണി സപ്ലൈ എന്ത് ചെയ്യാണ്, മണി സപ്ലൈ കൂടുന്നു. മണി സപ്ലൈ കൂടുമ്പോൾ എന്തിലാണ്, ഞാൻ പറഞ്ഞു മണി സപ്ലൈ ആണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ വേണം മോണിറ്ററി പോളിസി ആണ്. ഗവൺമെന്റ് സ്പെൻഡിങ് അല്ലെങ്കിൽ ടാക്സേഷനിലെ മാറ്റമാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം ഫിസിക്കൽ പോളിസി ആണ്. സോ മണി സപ്ലൈ കൂട്ടുവാണ്, ദാറ്റ് ഈസ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആണ്. അപ്പോഴും അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഇസ് ഹാവ് എ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത്രയാണ് പറയുന്നത്. നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ ഒരു ഡൗട്ടും വരണ്ട. എക്സ്പാൻഷണറി ഫിസിക്കൽ ഓർ മോണിറ്ററി പോളിസി ആണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് എപ്പോഴും റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അവിടെ ഡൗട്ട് വരരുത്. അതുപോലെ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി ജസ്റ്റ് തിങ്ക് വൺ സൈഡ്, ഒരൊറ്റ സൈഡ് ചിന്തിച്ചാൽ മതി. എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി മോണിറ്ററി പോളിസി ആണെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡിൽ. തിരിച്ചു വരുവാണെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്, വിച്ച് ഇസ് കോൺട്രാക്ഷണറി ആണെന്നുള്ള മനസ്സിലാക്കുക. അത് തന്നെയാണ് ഗവൺമെന്റ് സ്പെൻഡിങ് ഫിസിക്കൽ പോളിസിയാണ്, എക്സ്പാൻഷണറി ഫിസിക്കൽ പോളിസി കൂട്ടുന്നു, അഗ്രിഗേറ്റ് ഡിമാൻഡ് റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. അതുപോലെ മണി സപ്ലൈ കൂട്ടുന്നു, വിച്ച് ഇസ് മോണിറ്ററി പോളിസി ആണ് കൂട്ടുന്നത്, മോണിറ്ററി പോളിസി ആണ്, വിച്ച് ഇസ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയാണ് വരുന്നത്. അപ്പൊ അഗ്രിഗേറ്റ് ഡിമാൻഡ് എങ്ങോട്ടാ, റൈറ്റ് വേർഡ് ആണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. കൺസെപ്റ്റ് ക്ലിയർ ആക്കി പോവാ. ഈ ഒരു ചാപ്റ്ററില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ്, ഞാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് തന്നെ പറയും, ഫ്രീക്വന്റ്ലി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഷിഫ്റ്റ് ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്. നിങ്ങൾക്കറിയാം ഷിഫ്റ്റ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ്, അതൊക്കെ പറഞ്ഞു. പക്ഷെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ് പറയുന്നത്. സോ ഇവിടെ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫേം എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ പറ്റി അവർ ഭയങ്കര ഓപ്റ്റിമിസ്റ്റിക് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും എന്ത് ഇൻക്രീസ് ചെയ്യും, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടും. അവരെന്ത് ചെയ്യണം, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവരെ എന്തിലെങ്കിലും നിക്ഷേപിക്കുന്ന, അവരുടെ നിക്ഷേപം അവർ കൂട്ടും എന്നുള്ളതാണ്. സോ ഇപ്പം നമ്മളിപ്പോ കമ്പ്യൂട്ടറിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ പോലെ തന്നെ, സോ അതുകൊണ്ട് തന്നെ അവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ത് ചെയ്യുകയാണ്, കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യും, അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്ന കൂടും. സോ ഓട്ടോമാറ്റിക് ആയിട്ടും ആ കേസിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന എങ്ങോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, റൈറ്റ് വേർഡ് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഫ്യൂച്ചറിനെ പറ്റി ഓപ്റ്റിമിസ്റ്റിക് ആണെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ഡിമാൻഡ് കൂടും, ഡിമാൻഡ് കൂടുന്നു. സോ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുമ്പോൾ എങ്ങോട്ടാണ് ഷിഫ്റ്റ്, റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് വരുന്നത്. അതേസമയം ഫ്യൂച്ചറിനെ പറ്റി വലിയ ഓപ്റ്റിമിസ്റ്റിക് അല്ല, പെസിമിസ്റ്റിക് ആണ്. ഓ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തണ്ട, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നടന്നില്ലെങ്കിൽ അവിടെ ആരും ഡിമാൻഡ് ചെയ്യാനില്ല, ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല, അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു പ്രയോജനവും ഇല്ല. സോ ദാറ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇസ് ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ദ ലെഫ്റ്റ് എന്ന് നമുക്ക് പറയാം. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, നിക്ഷേപം ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഇസ് എ വെരി ഗുഡ് തിങ്. സോ ഒപ്റ്റിമിസ്റ്റിക് ആവുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടുന്നു ആൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഹാവ് എ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്. അതേസമയം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നടത്തുന്നില്ല എങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കൺസംഷൻ, ഇപ്പൊ നമ്മൾ നോക്കുക, സേവിങ് അങ്ങ് കൂട്ടുകയാണ്, നമ്മളിപ്പോ കൂടുതലായിട്ട് സേവ് ചെയ്യുന്നു, നമ്മുടെ ഇൻകത്തിനെ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ കൺസംഷൻ എൽസ് സേവിങ് ആണ് അല്ലെ. സോ ഞാൻ ഇപ്പൊ കൂടുതലായിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ എന്റെ മറ്റേ കമ്പോണന്റ് കുറയുക ചെയ്യുന്നത്, എന്റെ കൺസംഷൻ കുറയാണ്. ഞാൻ കൂടുതൽ പൈസ അതിനോട്ട് എടുക്കുമ്പോൾ എനിക്ക് ഇപ്പം ഉള്ള ആവശ്യങ്ങൾക്കുള്ള കൺസംഷൻ ഉള്ള പൈസ കുറയുക ചെയ്യുന്നത്, അവിടെ കുറയുവാണ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോൾ എന്താണ്, എന്റെ ഡിമാൻഡ് എന്ത് ചെയ്യും മക്കളെ, എന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറയും. സോ ദാറ്റ് അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, the next one is government expenditure. In case there is an increase in government purchase, government expenditure കൂടുമ്പോൾ നമുക്കറിയാലോ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഇസ് പബ്ലിക് സ്പെൻഡിങ്. പബ്ലിക് സ്പെൻഡിങ് കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഇസ് റൈറ്റ് വേർഡ് ആണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറയുവാണെങ്കിൽ ലെഫ്റ്റിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന ഫാക്ടർ ഇസ് ടാക്സസ് ആണ്. അനദർ ഫാക്ടർ ദാറ്റ് കോസസ് ഷിഫ്റ്റ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ടാക്സേഷൻ ആണെന്ന് ഇവിടെ പറയുന്നു. ഇഫ് ദ ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ക്രെഡിറ്റ് ഇൻക്രീസസ് then it increases the investment and hence the investment കൂടുന്നു. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ക്രെഡിറ്റ് കൂടുകയാണ്. സോ
അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് ആണ്. നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ഡിഫൈൻഡ് as എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ആണ് എന്തെന്ന് പറയുന്നത് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നെറ്റ് എക്സ്പോർട്ട് കുറയുവാണെങ്കിൽ നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്ന ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ്പോർട്ട് ഇസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്, ആ ഒരു കണ്ടീഷൻ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. നെറ്റ് എക്സ്പോർട്ട് അതിന്റെ ഡിഫറൻസ് കൂടുവാണെങ്കിൽ, ഈ എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ഡിഫറൻസ് കുറയുവാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ലെഫ്റ്റിലോട്ടും, ഈ എക്സ്പോർട്ടിന്റെ ഇമ്പോർട്ടിന്റെ ഡിഫറൻസ് കൂടുവാണെങ്കിൽ ദാറ്റ് ഈസ് നെറ്റ് എക്സ്പോർട്സ് കൂടുവാണെങ്കിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് റൈറ്റിലോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫാക്ടർ is മണി സപ്ലൈ. മണി സപ്ലൈ ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ വിൽ ലീഡ് ടു റിഡക്ഷൻ ഇൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ മണി സപ്ലൈ കൂടുന്നു. മണി സപ്ലൈ കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇൻവെസ്റ്റ്മെന്റ് കൂടും. സോ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. സോ ദാറ്റ് അത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്, എടുത്ത് ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല. സോ നമ്മൾ മണി സപ്ലൈ മോണിറ്ററി പോളിസിയുടെ കേസിൽ പറഞ്ഞതാണ്. മണി സപ്ലൈ കൂടുമ്പോൾ എന്ത് കുറയും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയും. നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ്മെന്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് കൂടും. ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടും, ഇൻകം കൂടും. നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതുപോലെ തിരിച്ചുള്ള കൺസേൺ ആ ഒരു സൈഡും മനസ്സിലാവും. ഓക്കെ. ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ഫസ്റ്റ് പാർട്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹൗ വി ഓഫ് ഐഎസ്എൽഎം മോഡലിൽ നിന്ന് ഹൗ വി ആർ ഡിറൈവിംഗ് ദി അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ്, ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസി, ഇഫക്റ്റീവ്നെസ് ഒക്കെ നമ്മൾ നോക്കി എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. സോ താങ്ക് യു.